നമ്മളിവിടെ നമ്മളെല്ലാം വർദ്ധിക്കുന്ന ഉത്കണ്ഠപ്പെടുത്തുന്ന ആശങ്കപ്പെടുത്തുന്ന ക്ഷേത്രാചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉത്സവങ്ങളുമെല്ലാം തകർക്കാൻ ബോധപൂർവം പരിശ്രമിക്കുന്ന ഇന്നത്തെ ആസൂത്രിതമായ നീക്കത്തിനെതിരെ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിനെ കുറിച്ചാണ് വിശദമായി ഗൗരവതരമായി ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇൻട്രേ ഭൂണോ എന്ന പേരിൽ ഒരു ബെഞ്ചും ആ ബെഞ്ച് നമ്മുടെ നാട്ടിലെ ജന്തുക്കളെയും പ്രാണികളെയും മറ്റ് ജീവജാലങ്ങളെയും ഒക്കെ ഉപദ്രവിക്കുന്നതിനെതിരെയുള്ള ഒരു നിയമസംവിധാനമാണ്. ആ ഇൻട്രേ ഭൂണോയിൽ നിന്ന് ആ ബെഞ്ചിൽ നിന്ന് അടിക്കടി നമ്മുടെ ക്ഷേത്ര ഉത്സവങ്ങളും നമ്മുടെ ആഘോഷങ്ങളുമെല്ലാം നിയന്ത്രിക്കുന്ന വളരെ വേദനാജനകമായ പല ഉത്തരവുകളും തുടർച്ചയായി കൊണ്ടുപോകുന്നു. നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ അതിന് പുറകിൽ അത്തരം കേസുകളൊക്കെ എത്തുന്നതിനോട് ലോകത്തെ ഏറ്റവും വലിയ ദൃശ്യവിസ്മയമായ തൃശ്ശൂർ പൂരം ഉൾപ്പെടെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി വർഷങ്ങളായി പരിശ്രമിക്കുന്ന ചില ആളുകൾ അവരുടെ വളരെ ബുദ്ധിപൂർവമായ ചില നീക്കങ്ങൾ അതിന് പുറകെയുണ്ട് എന്ന് ഇങ്ങനെ തന്നെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ചില ഉത്തരവുകൾ ഉണ്ടായിട്ടുണ്ട്. ചിലയിടത്ത് അതിൻ്റെ ബുദ്ധിമുട്ടുകളും അനുഭവങ്ങളും തുടങ്ങിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് അവിടെ കോടതിയിലേക്ക് വിളിച്ചു വരുത്തി അവിടുത്തെ ബഹുമാനപ്പെട്ട കാരണം അവിടുത്തെ ഉത്സവത്തിന്റെ സമയത്ത് അവർ ആനയ്ക്ക് ഇങ്ങനെയുണ്ടല്ലോ 3 മീറ്റർ വീതിയിൽ നിൽക്കണം നിൽക്കണമല്ലോ. അവരതിനെ ആനകളെ കൊണ്ടുവന്ന് ചോക്കൽ വരച്ച് മുമ്പിൽ കടന്ന് ആനയെ നിർത്തി. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് മഴ പെയ്തപ്പോ ആന ഈ ഡിസ്റ്റൻസ് മറന്നുപോയി. അപ്പൊ ആന അടുത്ത് നിന്നു. ആനയ്ക്ക് 3.5 മീറ്റർ കണക്ക് മനസ്സിലാക്കിയാന്ന് തോന്നുന്നു. അപ്പൊ ആന ചേർന്ന് നിന്ന് പന്തിലേക്ക് കയറിയാണ്. അപ്പൊ ഈ ദൂരം തെറ്റിയെന്ന് പറഞ്ഞിട്ട് കോടതി അലക്ഷൻ നടപടിയില്ല. എന്നിട്ട് അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറെ വിളിച്ചു വരുത്തി കോടതി. പത്രത്തിൽ വായിച്ചത് ഞാൻ പറയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട കോടതിയിൽ നിന്ന് ഇങ്ങനെയൊരു സംസ്ഥാനം ഉണ്ടായെന്ന് ഞാനിന്ന് പത്രത്തിൽ വായിച്ചു. നിങ്ങൾക്ക് ഇതിനെല്ലാമുള്ള നിർദ്ദേശങ്ങൾ കിട്ടുന്നത് തൃശ്ശൂർ നിന്നാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. തൃശ്ശൂർ ആരാണ് ഇതൊക്കെ കൊടുക്കുന്നത് എന്നറിയില്ല. ഇവിടുത്തെ ദേവസ്വക്കാരൊക്കെ ആയിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു വിവരം കോടതിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കോടതി പറഞ്ഞെന്നാണ് പറഞ്ഞത്. ഏതായാലും അങ്ങനെ കേസെടുത്തിരിക്കുകയാണ്. ഭക്തജനങ്ങളുടെയും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെയൊക്കെ പേരിൽ കേസെടുത്തിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് നമ്മളെല്ലാവരും നിയമം അനുസരിക്കേണ്ടവരാണ്. കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ മഹാത്മജിയെ നമ്മളെല്ലാവരും ആദരിക്കുന്നുണ്ട്. മഹാത്മജി പറഞ്ഞൊരു വാചകമാണ് നിയമം അനുസരിക്കാനുള്ളതാണ്, അതോടൊപ്പം തന്നെ ആവശ്യം വന്നാൽ അത് ലംഘിക്കാനുള്ളതാണ് എന്നതാണ് മഹാത്മജി പറഞ്ഞത്. അങ്ങനെയാണ് മഹാത്മജി നിയമലംഘന സമരം നടത്തിയത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മഹാത്മജി പറഞ്ഞ ആ ഒരു കാര്യം നമ്മൾ ചിലപ്പോൾ നടത്തേണ്ടി വരും. ബഹുമാനപ്പെട്ട കോടതികൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ടായി, 5 അംഗ ബെഞ്ചിന്റെ വിധിയുണ്ടായി. ആ വിധി നടപ്പാക്കാൻ ഇവിടെ പലരും ഉത്സാഹം കാട്ടി ശബരിമല കേസിൽ. എന്നിട്ട് അവസാനം ഇവിടെ ഉണ്ടായതെന്ന് ബന്ധപ്പെട്ട ആളുകളൊക്കെ നിന്ന്
മനസ്സിലാക്കുന്നത് നല്ലതാണ്. നിങ്ങൾ ഈ കേരളത്തിലെ ഹിന്ദുക്കളെയും അവരുടെ സംഘടിത ശക്തിയെയും ഇവിടെ വിശ്വാസികളുടെയും ആ വിശ്വാസികളുടെ ഒരുമയൊക്കെ വില കുറച്ച് കണ്ടുകൊണ്ട് ഇത്തരം ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിശ്ചയമായും അതിനെയൊക്കെ തിരുത്തി കുറിക്കാനുള്ള സംഘടിത ബോധം ഇവിടുത്തെ ഹിന്ദു സമൂഹം ഇതിനകം എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് ആർജിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ വളരെ വിനയത്തിന്റെ ഭാഷയിൽ പറയുന്നു. അതുകൊണ്ട് ഒരാശങ്കയും വേണ്ട. 1-2 മാസം മുമ്പ് ഇവിടുത്തെ വലിയ ചർച്ച തൃശ്ശൂർ പൂരം ആരെ കലക്കുന്നതാണ്. പലരുടെയും പേരുകളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചർച്ചയൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പോ ഞങ്ങൾക്ക് സംശയം ബഹുമാനപ്പെട്ട അതിനെ സംബന്ധിച്ച് കേസ് ഹൈക്കോടതിയുണ്ട്. ബഹുമാനപ്പെട്ട കോടതി എന്ന പൂരം കലക്കാൻ വരികയാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഭക്തജനങ്ങൾക്ക് സംശയമുള്ളത്, നാട്ടുകാർക്ക് സംശയമുള്ളത്. ആ നിലയിലേക്ക് കാര്യങ്ങൾ വരികയാണ്.